പുഷ്പേ നീയും കൂടെ വാടി ഞങ്ങളുടെ കൂടെ ഷോപ്പിങ്ങിന്. അമ്മ പോയാൽ മതി അമ്മേ, ഞാൻ വരുന്നില്ല. ഓ നീ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ട, ഞങ്ങളുടെ കൂടെ വാ നീ. അല്ല അത് സാരമില്ല. അപ്പം നിനക്ക് ഓണക്കോടിയൊന്നും വേണ്ടേ? അല്ല അമ്മ മേടിച്ചാൽ മതി എനിക്ക്. പിന്നെ ഞാൻ മേടിച്ച് ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ നിനക്ക്? അമ്മ അടിപൊളിയായിട്ട് സെലക്ട് ചെയ്യത്തില്ലേ? ആണോ? പിന്നല്ലാണ്ട്. എന്നാ ഞാൻ മേടിച്ചോണ്ടൊരാടി. അമ്മേ ചേട്ടൻ വീണ്ടും അമ്മേനെ പറ്റിച്ചു. പറ്റിച്ചെന്നോ? എന്തുവാടി? ചേട്ടന് ഗൾഫിൽ നിന്ന് വിസ വന്നു, മരുഭൂമിയിൽ ആട് മേയ്ക്കാൻ പോകുന്നൊക്കെ പറഞ്ഞില്ലേ? ചുമ്മാതാ, നാടകം നാടകം നാടകം. ചേട്ടന് വിസ വന്നു ചേട്ടൻ പറഞ്ഞിട്ടുള്ള അറിവല്ലോ അമ്മയ്ക്കുള്ളൂ. അമ്മ വിസ കണ്ടിട്ടില്ലല്ലോ? ഞാൻ കണ്ടിട്ടില്ല. ചേച്ചി ആ വിസ കണ്ടിട്ടില്ലല്ലോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. എന്നാ നിങ്ങൾ രണ്ടുപേരും കേട്ടോ, ഇത് ചേട്ടന്റെ വേണുകുട്ടിനെ കളിയായിരുന്നമ്മേ. അമ്മേനെ ഇമോഷണലായിട്ട് തകർത്തിട്ട് കാര്യം സാധിക്കാനുള്ള പരിപാടി. മരുഭൂമി കഥ പറഞ്ഞപ്പോ അമ്മ ഫ്ലാറ്റ് ആയപ്പോ ബാക്കിയുള്ളവരും ഫ്ലാറ്റായി. അല്ല ഈ കാര്യങ്ങളൊക്കെ നീ എങ്ങനെയാ അറിഞ്ഞത്? ചേച്ചി, വേണുകുട്ടനായിരുന്നു ഇതിന്റെ ബ്രെയിൻ. അവൻ എന്നോട് നേരിട്ട് പറഞ്ഞതാ. അല്ല അവര് തമ്മിൽ പ്ലാൻ ചെയ്തിട്ട് അവൻ തന്നെ നിന്നോട് ഇത് പറയാനുള്ള കാരണം? ഞാൻ അവന്റെ ഇത് നൈസായിട്ട് ചൂർത്തിയെടുത്ത്. അപ്പൊ അവൻ നമ്മളെ വീണ്ടും പറ്റിച്ചു. ശരിക്കും പറ്റിച്ചു. മോളെ പുഷ്പേ, ആ കള്ളപ്രകാശനെ നമുക്ക് എന്ത് ചെയ്യണം? നീ പറ. ചന്തിക്കിട്ട് നല്ല പടം കൊടുക്കണം അമ്മ. തൽക്കാലം അവന്റെ നാടകം നമ്മൾ അറിഞ്ഞെന്ന് ഭാവിക്കേ വേണ്ട. ഞാൻ ഒന്നും അറിയാത്ത പോലെ അവൻ്റെ അടുക്ക ചെന്നിട്ട് സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ പൈസ തരാൻ മനസ്സിലിടാന്ന് പറയും. അപ്പൊ അവൻ എന്ത് പറയുന്നു അറിയണമല്ലോ. എങ്ങനെയുണ്ട്? അത് നല്ലൊരു ഐഡിയ അമ്മേ. ചേട്ടന്റെ ആക്ടിങ് സ്കിൽ നമുക്ക് ശരിക്കും കാണുകയും ചെയ്യാം. എടി നീ എൻ്റെ കൂടെ വാ. വാ. ഇല്ല ഞാൻ വരുന്നില്ല അമ്മേ. ഞാൻ വന്നാൽ ചിലപ്പം വല്ലതും വിളിച്ച് പറഞ്ഞു. അത് ശരിയാ, ചേച്ചി വരണ്ട, നമുക്ക് പോവാം. വാ. കഴിച്ചു നോക്ക്. കാര്യം മുരാന്നിരിക്കുന്നു, ക്രിസ്പിയാ. കറുമുറ തിന്നോ. ഇവിടുന്ന് പോയാ പിന്നെ കറുമുറ തിന്നാൻ പറ്റൂലല്ലോ. ഞാനവിടെ പോകുന്നു. മക്കൾ ഇവിടെ നിന്ന് ഇതും കുറച്ചുകൊണ്ട് അങ്ങ് ഇരുന്നോ. പ്രകാശ, ഓ ഞാനേ നിനക്ക് ആ സൂപ്പർ മാർക്കറ്റ് വാങ്ങാൻ പൈസ തന്നില്ലേ, നീ എന്തോ ചെയ്യും? അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. അമ്മ തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മേടിക്കാൻ പോകുന്നു. ഇനിയിപ്പോ അതിനെക്കുറിച്ച് എന്തിനാ ചിന്തിക്കുന്നത്? അല്ല അങ്ങനെ തന്നില്ലേ എന്ത് ചെയ്യുന്നു നീ ഒന്ന് വിചാരിച്ചു നോക്കിയാ? ഓ വിചാരിച്ചു നോക്കാൻ സങ്കല്പം. സങ്കല്പം. അമ്മ മേടിക്കാൻ പൈസ തന്നില്ലെങ്കിൽ അടുത്ത സെക്കൻഡ് ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് സൗദിക്ക് അങ്ങ് പോകും. എന്നാ നീ അടുത്ത ടിക്കറ്റ് എടുത്ത് പൊക്കോടാ. പൊക്കോ. അതും വിചാരിക്കണോ സങ്കല്പാണോ? അത് സങ്കല്പമല്ല. നിനക്ക് ഞാൻ പൈസ തരാൻ തീരുമാനിച്ചിട്ടില്ല. എന്താ അമ്മ തമാശ പറയുന്നതാണോ അതോ കാര്യമായിട്ടോ? തമാശയല്ല, ഇത് കാര്യം തന്നെ. അമ്മ ഇപ്പൊ ഇങ്ങനെ വാക്ക് മാറ്റി പറഞ്ഞത്ര ശരിയായിട്ടുള്ള കാര്യമല്ല കേട്ടോ. അമ്മനെ ചേട്ടൻ ശരിയും തെറ്റും പഠിപ്പിക്കണ്ടാ. അയ്യോ ഞാൻ ആരെ ശരിയും തെറ്റൊന്നും പഠിപ്പിക്കാൻ പോകുന്നില്ലേ. നിങ്ങളായി, നിങ്ങളുടെ വാക്കായി. എന്തായാലും എനിക്ക് ജീവിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് പ്രായപൂർത്തിയായ 2 പെൺപിള്ളേരുണ്ട്, 2 ആൺപിള്ളേരുണ്ട്. അവരുടെ കാര്യം നോക്കിയേ പറ്റുള്ളൂ. ഞാൻ അതിന്റെ വഴിക്ക് നീങ്ങിക്കോളാം. അതുകൊണ്ട് ചേട്ടൻ ഗൾഫിൽ പോണാ നല്ലത്. മരുഭൂമി കിടന്ന ആട് മേച്ചാലേ കാശ് കിട്ടും. പിന്നെ ഇവിടുത്തെ ആരും അറിയുമ്പോണില്ലല്ലോ. എന്തോ ആയിക്കോട്ടെ. അമ്മ ഇവിടെ ഈ വാച പഠിക്കാനൊക്കെ എങ്ങനെ ഉണ്ട്? അമ്മയ്ക്കൊരു ആവശ്യം വരുമ്പം ഇവിടെ കൂടെ നിൽക്കത്തില്ല കേട്ടോ, ഞാനേ ഉണ്ടാവുള്ളൂ. അല്ലേ? എടാ ഞാൻ ഉടനെ ഒന്നും തട്ടിപ്പോത്തില്ല. എനിക്ക് നല്ല ദീർഘായുസ. അയ്യോ അമ്മയ്ക്ക് ദൈവം ദീർഘായുസ് തരട്ടെ, ഞാനത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കാര്യം പക്ഷെ അങ്ങനൊന്നുമല്ല. ഞാനിപ്പോൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 6 വർഷമോ 7 വർഷമോ ഒക്കെ കഴിഞ്ഞാൽ എനിക്കിനി ഇങ്ങോട്ട് വരാൻ പറ്റും. അതിനും യാതൊരു ഉറപ്പും. അവിടെ ഈ ലോകത്തെ ഏറ്റവും വിഷമുള്ള പാമ്പൊക്കെ മരുഭൂമിയിലാന്നാ ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ളൂ. ചത്തുപോയാൽ അത്ര. മക്കളെ നീ ഇങ്ങനെ പേടിക്കല്ലടാ. പേടിച്ചാൽ എങ്ങനെ ജീവിക്കാൻ പറ്റും? എനിക്ക് പേടിയൊന്നും ഇല്ലമ്മേ. എനിക്ക് വിഷമം മാത്രമേ ഉള്ളൂ. നമുക്ക് വേണ്ടപ്പെട്ടവരെ വിട്ടുപിരിഞ്ഞ് പോകേണ്ടി വരുന്നില്ല, അല്ലാതെ എനിക്ക് വേറെ ഒന്നുമില്ല. എന്തൊരഭിനയല്ലേ. എന്റെ അഭിനയം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ അഭിനയ ഗുണപതിയല്ലേ. വേണുകുട്ടാ നീ ഇനിയും പോയില്ലേ? ഞാനെങ്ങനെ പോനാ? പ്രകാശ് വന്നിട്ട് സൂപ്പർ മാർക്കറ്റിന്റെ കാര്യമൊക്കെ സംസാരിക്കണ്ടേ? ഗൾഫിലെ സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്ന കാര്യമാണോ അവിടെ സംസാരിക്കുന്നത്? ഗൾഫിലോ? ഈ എറണാകുളത്ത് സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്ന കാര്യം? അതിന് നിന്റെ പ്രകാശ് ഗൾഫിലേക്ക് പോകാൻ പോവല്ലേന്ന്. ഗൾഫിൽ പോകാൻ പോണ? എന്നോട് പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ല? അതെപ്പോ തീരുമാനിച്ചു? അതൊക്കെ തീരുമാനിച്ചടാ.
മരുഭൂമിയിൽ ആടിനെ മേയ്ക്കാൻ പോവാ. അപ്പൊ എറണാകുളത്തെ സൂപ്പർ മാർക്കറ്റോ? പക്ഷെ അതിനമ്മ പൈസ കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. അതെന്നാ കാരണം? അത് നിന്റെയും പ്രകാശേട്ടന്റെ ഐഡിയ അമ്മ കയ്യോടെ പൊക്കി. എന്നെയും പൊക്കിയോ? നിന്നെയും പൊക്കുമല്ലോ. പ്രകാശേട്ടനെ പൊക്കിയ പിന്നെ നിന്നെയും പൊക്കുമല്ലോ, സ്വാഭാവികം. പിന്നെ നിനക്ക് മര്യാദയ്ക്ക് ഓണം കൂടണമെന്നുണ്ടെങ്കിൽ ഫോണ് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് സ്ഥലം വിടുന്നതാ നല്ലത്. ഓ, അങ്ങനെ അങ്ങ് ഒരുപാട് അങ്ങ് പേടിപ്പിക്കില്ല. എനിക്ക് അങ്ങനെ ആരെയും പേടിയൊന്നുമില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ട് സ്ഥലം വിട്ടോളാം. പേടിയില്ല? പേടിയില്ല എനിക്ക്. പിന്നെ വേണമെങ്കിൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ വേണമെങ്കിൽ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്തേക്കാം. അതാ നല്ല. എന്നാ പിന്നെ പോട്ടെ. പ്രകാശ് വരുമ്പോ പറഞ്ഞാൽ മതി.